കേൾക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. അതിന്റെ മൈക്ക് ഓഫ് ആവുന്നു. ഓക്കെ, ഇപ്പൊ കേക്കാം. മോർണിംഗ്. കേൾക്കുന്നില്ല. ഗുഡ് മോർണിംഗ് മാം, കേൾക്കുന്നില്ല. ഗുഡ് മോർണിംഗ് മാം. മാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അടുത്തന്നെ മൈക്ക് ഒന്ന് പരിശോധിച്ചു. ഇല്ല, റെഡി ആയിട്ടില്ല. ഒന്ന് മാഡം ഒന്ന് എക്സിറ്റ് ആയിട്ട് പോകണം, രണ്ടാമത് വരേണ്ടി വരും. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ല കേട്ടോ. മാഡം എക്സിറ്റ് ആയിട്ടുണ്ട്, പിന്നെ വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ട്. കൈയാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഹലോ, കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, താങ്ക് യു. സോറി കേട്ടോ. ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാണ്. അതിന്റെ ലാസ്റ്റ് എൻഡിങ്ങിലേക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, നന്ദിയുടെ ടോപ്പിക് ആണ് നിങ്ങൾ ഫുൾ ലാസ്റ്റിലേക്ക് കേട്ടിട്ടുള്ളത് അല്ലെ? ഓക്കെ. ഹലോ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിന് സ്റ്റെക്ക് ആയി നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.
ഹലോ ഹലോ ഓക്കെ ഓക്കെ, ജസ്റ്റ് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് മുതലേ നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ എന്താണോ ചെയ്തിട്ടുള്ളത് അതായിരുന്നു കുറച്ച് മുൻപ് വരെയുള്ള ഒരു ജനറേഷനിൽ നമ്മളും അല്ലെങ്കിൽ ആ ഒരു ഗ്രാൻഡ് പാരൻസിന്റെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും ഫോളോ ചെയ്യും. ഓക്കെ, പണ്ട് ഇതേപോലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ ഒരു തൊഴിൽ എന്ന് പറയുന്നത് അവർക്ക് ആകെ അറിയാവുന്നത് ജസ്റ്റ് അവർക്കൊരു ബൗൾ ഉണ്ട്. ആ ഒരു ബൗൾ വെച്ചിട്ട് അവര് ജസ്റ്റ് ബെഗ് ചെയ്തിട്ടാണ് ജീവിക്കാറ്. അവർക്ക് വേറെ ഒരു വഴിയും അവർക്ക് അറിയൂല. ഓക്കെ, ഇപ്പോഴത്തെ കാലത്തല്ല, ജസ്റ്റ് ഒരു സ്റ്റോറിയാണ്. അപ്പോ ഗ്രാൻഡ് പാരന്റ് ബെഗ് ചെയ്ത് ജീവിച്ച്, ബെഗ് ചെയ്യുക പറഞ്ഞാൽ യാചിച്ച് ജീവിക്കാം. ഓക്കെ, ഒരു ബൗൾ എടുത്തിട്ട് അവർ യാചിക്കും. എന്നിട്ട് അതിൽ കിട്ടുന്ന നാണയത്തുട്ടുകളാണ് അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവരുടെ മകൻ വന്നു. ആ മകനും ചെയ്തുകൊണ്ടിരുന്നത് ഇതേ പ്രോസസ്സ് തന്നെയാണ്. അവരും ബെഗ് ചെയ്തിട്ട് ജീവിക്കുന്ന ഈ ബൗള് ഈ ഗ്രാൻഡ് പാരന്റ് ഈ മകൻക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ജനറേഷനിൽ ഈ അച്ഛന് മകൻക്ക് ഈ ബൗള് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ അച്ഛൻ, എൻ്റെ അച്ഛനും അല്ല നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളത് നമുക്കറിയുന്ന ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മള് യാചിച്ച് ജീവിക്കാനേ നമുക്ക് അറിയുള്ളൂ, ഇതാണ് നമ്മളുടെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബൗളിലാണ് ഞങ്ങളൊക്കെ യാചിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ബൗള് ഈ മകന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ മരിച്ച് മകന് ഈ ബൗളും കൊണ്ടിട്ട് യാചിച്ച് ജീവിക്കാന് മകൻക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഓക്കെ, അവർ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാന് മകൻക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ മകന് ജസ്റ്റ് ആ ഒരു ബൗള് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എന്നിട്ട് അതിന്റെ പൊടികളും ഒക്കെ പോക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ബൗള് നന്നായിട്ട് തുടച്ചെടുത്ത് നോക്കുമ്പോൾ ആ ബൗള് ഒരു ഗോൾഡൻ ബൗളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഗോൾഡൻ ബൗള് വെച്ചിട്ടാണ് ഇത്രയും കാലം അവന്റെ അച്ഛന്റെ അച്ഛനും ഒക്കെ ബെഗ് ചെയ്ത് ജീവിച്ചിട്ടുള്ളത്. ആക്ച്വലി അവർക്ക് അറിയില്ലായിരുന്നു അവരുടെ കയ്യിലുള്ളത് ഒരു ഗോൾഡൻ ബൗളാണ് എന്നുള്ളത്. ഇതേപോലെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ശക്തി അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ഒരു പവർ എന്ന് പറയുന്നത് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനും ഒരു ജീവിത സാഹചര്യങ്ങളൊന്നും അവരെ ബ്ലോക്ക് ചെയ്ത് വെക്കൂല ഒരു കാര്യത്തിനും. കാരണം ആ മകൻ ചെയ്തതുപോലെ നമ്മൾക്ക് എന്താണോ ആയി തീരേണ്ടത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാന് നമ്മളുടെ മനസ്സിന് പറ്റും. ദ ട്രഷർ ഹൗസ് വിത്തിൻ യു, നിധി എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിലാണ്, അതല്ലാതെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല. ഓക്കെ, അപ്പൊ ആ ഒരു നിധി നിങ്ങളുടെ മനസ്സിനെ, ഇപ്പോ നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നത് നമുക്ക് പുറത്തു നിന്ന് നമ്മൾ ഏതൊരു ഏജിലാണോ നിൽക്കുന്നത് ആ ഒരു ഏജ് വരെ നമുക്ക് നമ്മളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലിമിറ്റ് ആൻഡ് ബിലീഫ് എന്ന് പറയും. കുറെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ കേട്ടോ, അത് ചെയ്യുന്നത് ശരിയല്ല. അതല്ലെങ്കിൽ വെയിൽ കൊണ്ടാല് പനി വരും, അതല്ല കുറേ മഴ കൊണ്ടാല് പനി വരും, അല്ലെങ്കിൽ അങ്ങനെ കുറേ ലിമിറ്റ് ആൻഡ് ബിലീഫ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വേ എന്ന് പറയുന്നത് അതിങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ ഡൗട്ട് തോന്നുകയാണ്, എന്നെ കൊണ്ട് അത് പറ്റുമോ, എനിക്കിത് നേടിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മളുടെ മനസ്സ് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ് ആകെപ്പാടെ. അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും, ഈസി ആയിട്ട് എത്താൻ പറ്റും. പക്ഷെ ആ ഒരു പൊടി തട്ടുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതത്ര ഈസി അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ്, നിങ്ങളുടെ ഉള്ളിലുള്ള ട്രഷർ ഹൗസിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ ഒന്ന് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തു, മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മൈൻഡ് കാം ആവും, അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിയാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താണ് അതിന്റെ പേരൊക്കെ നോക്കിയിട്ട് അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളുടെ മനസ്സിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് നന്ദിയിലേക്കാണ്. മെഡിറ്റേഷന്റെ ലാസ്റ്റിലേക്ക് നമ്മൾ കേട്ടു കുറേ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത്, അല്ലെ? ഈ നന്ദി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിങ് ആണ്. കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കാമായിട്ട് നിലനിർത്തും. ഓക്കെ, പക്ഷെ നമുക്കിപ്പോഴും നന്ദി പറയാനുള്ള നമുക്ക് നന്ദി പറയാൻ ഒരുപാട് മില്യൺസ് ഓഫ് തിങ്സ് നമ്മളുടെ ലൈഫിലുണ്ട്, ഡെയിലി ലൈഫിലുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഫോക്കസ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മളെപ്പോഴും പരാതിയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതിന് പകരം നമ്മൾ ഇന്നു മുതൽ പരാതി പറയുന്നതിന് പകരം ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചാല് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത്, നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആവുന്നത്, ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ ആവുന്നതിനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതൊരു ഹാബിറ്റ് ആക്കിയിട്ട് എടുക്കുക. ഏതൊരു കാര്യവും നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഒരു സർക്കാർ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കുറേ ഫയൽസ് നമുക്ക് അട്ടിക്ക് ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അട്ടിക്ക് വെച്ച് തന്നിട്ടുള്ള ആ ഒരു ഫയൽസ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാതെ നെക്സ്റ്റ് ഫയൽ നമുക്ക് കിട്ടുമോ? സൈൻ ചെയ്യാനുള്ള നെക്സ്റ്റ് വർക്ക് നമുക്ക് കിട്ടുമോ? ഇല്ല. അതേപോലെയാണ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സ് അതല്ലെങ്കിൽ ദൈവം തരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യാം. എങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഒക്കെ മാറി മറിയുന്ന ഒരു മിറാക്കിൾ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളുടെ മനസ്സ് ഒന്ന് സ്റ്റെക്ക് ആയിട്ടുണ്ടെങ്കിൽ ബോഡിയൊക്കെ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ജിമ്മിൽ പോയിട്ട് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും ഒഴിവാക്കിയിരുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ് നമ്മളുടെ മനസ്സ്. ഒരുപാട് എഡ്യൂക്കേഷൻ, ഒരുപാട് നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്കൂൾസിൽ നിന്ന് അവിടെ ആദ്യമൊന്നും ഇങ്ങനത്തെ മൈൻഡിനെ ബോൾഡ് ആക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരില്ലായിരുന്നു. അതായത് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പോ ലൈഫ് സ്കൂൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് കാലിഫ് ലൈഫ് സ്കൂള്. അപ്പോൾ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് മൈൻഡിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ നോർമലായിട്ടുള്ള എഡ്യൂക്കേഷന് പുറത്ത് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ കാലിക്കറ്റിലുള്ള സ്കൂളാണ് കാലിഫ് ലൈഫ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഇപ്പൊ മെഡിറ്റേഷനിൽ ചെയ്തതുപോലെ നന്ദി കാണിക്കുക, അല്ലെങ്കിൽ നന്ദി പറയുക, അല്ലെങ്കിൽ നന്ദി ചാൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാം. കുറേ വേസ് ഉണ്ട്. ഒന്ന് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്ദി എഴുതുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. ജസ്റ്റ് കണ്ണടച്ചിരുന്നിട്ട്
നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഓരോന്നായിട്ട് നന്ദി പറയാം. അതല്ലെങ്കിൽ സോറി, നമ്മൾ ഇൻസ്പയർസ് അക്കാദമി നടത്തി വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, EFT ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്നത്. അതില് ഇതിന്റെ എക്സാക്ട് ഡെപ്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ ട്രഷർ ഹൗസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നന്ദി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ മൈൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ മനസ്സും ശരീരവും കണക്റ്റഡ് ആണ്. എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് മനസ്സൊന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ബോഡി എത്ര ഓക്കെ ആണെങ്കിലും നമ്മൾ അവിടെ വല്ലാതെ ഒന്ന് ഡൗൺ ആവും. നമ്മുടെ ബോഡിയിൽ നമ്മൾ എത്ര വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, ബോഡിക്ക് വേണ്ടി നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് എന്താണ് ഒന്ന് എഴുന്നേൽക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കും, ഒന്ന് സ്റ്റിക്ക് ആയിട്ടിരിക്കും, ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയിരിക്കും. പക്ഷെ നമ്മുടെ ബോഡി എത്ര വീക്ക് ആയിട്ടുണ്ടെങ്കിലും, ബോഡിയിൽ ഇപ്പോ നമുക്കിപ്പോ പനിയാണ്, ജസ്റ്റ് ഒന്ന് പനി വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് വീക്ക് ആയിപ്പോയി ബോഡി, പക്ഷെ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആണ്. നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോഡി എത്ര വീക്ക് ആണെങ്കിലും നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലേ, കൈ കാലുകളൊക്കെ ഇല്ലാത്ത കുറെ ആളുകള് അവരുടെ മനസ്സിനെ സ്ട്രോങ് ആക്കിയിട്ട് അവരുടെ ലൈഫിൽ വരുത്തുന്ന ആ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ ലൈഫിൽ വരുത്തുന്ന കുറെ അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ കാണാറില്ലേ? അപ്പൊ നമ്മള് കൈകളും കാലുകളും ഒക്കെ ഉള്ള നമ്മള് എന്തുകൊണ്ടാ ഇങ്ങനെ അവര് വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കും, അവർക്ക് ഇതൊക്കെ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? പക്ഷെ അവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റൂല? എന്തുകൊണ്ട് അവര് ആഗ്രഹിക്കുന്നത്, അവർക്ക് ഏതായാലും ബോഡി തളർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബോഡിയിൽ ഏതെങ്കിലും പാർട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് അവര് എന്ത് ചെയ്തത്, ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ മനസ്സിനെ സ്ട്രോങ് ആക്കാത്ത കുറെ ആളുകൾ, വീക്ക് ആയി പോയിട്ടുള്ള ആളുകൾക്ക് എന്താണ്, ജസ്റ്റ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സും സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്തിട്ടുള്ള ആ ആളുകൾ അവരുടെ മനസ്സിനെ അത്രയും സ്ട്രോങ് ആക്കുന്നുണ്ട്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കാനും കാമാക്കാനും, അതേപോലെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂളാണ്. ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം. ചെയ്യാം എന്നുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എഴുതാം എന്നുള്ളത്. അതിൽ ഒരാൾക്ക് ക്യാൻസർ വന്നു. അതിൽ പറയുന്നൊരു കഥയാണ്. ക്യാൻസർ വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജിലാണ് അവര് അറിഞ്ഞിട്ടുള്ളത് അവർക്ക് ക്യാൻസർ ആണ് എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ അവർക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ അവര് എഴുതി, അവരുടെ ഈ ഒരു ക്യാൻസർ മാറിയതിന് ഓൾറെഡി അവര് നന്ദി എഴുതി അറ്റ് ലാസ്റ്റ് അവർക്കൊരു കീമോ പോലും ആവശ്യമില്ലാതെ അവരുടെ ആ ഒരു ക്യാൻസർ മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു താങ്ക് യു എന്ന് പറയുന്ന വേർഡ് നമ്മളുടെ തലച്ചോറിനെ വരെ എന്താക്കാൻ പറ്റും? തലച്ചോറിൽ വരെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ജസ്റ്റ് നമ്മൾ പറഞ്ഞു നോക്കുക, എക്സ്പ്രസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതൊരു ലിറ്റിൽ തിങ്സ് ആണെങ്കിലും നിങ്ങൾക്കത്
ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരെ എഫക്റ്റ് ചെയ്യും ആ ഒരു ബോണ്ട് എങ്ങനെ മാറുന്നു എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് സേ താങ്ക് യു. നമ്മൾക്ക് ജസ്റ്റ് അവരുടെ അടുത്ത് പറയാം താങ്ക് യു, അത് മതി. അപ്പോ അവരുടെ ഉള്ളില് ചിലപ്പോക്കെ ചില ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഒരു താങ്ക് യു എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ അവർക്കും അത് സന്തോഷമാണ്. പറയുന്ന നമ്മൾക്ക് അതിനേക്കാൾ ഒരുപാട് ബെനിഫിറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു 5 കാര്യങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് നന്ദി എഴുതി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നന്ദി എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് മാറുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പഠനങ്ങൾ തെളിയിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വിഷാദ രോഗം കുറവായിരിക്കും എന്നാണ്. അവര് സന്തോഷമായിട്ടിരിക്കും. അതായത് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു താങ്ക് യു എന്ന് പറയുന്ന വേർഡ് ഉച്ചരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് അത് എഴുതുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്തുകൂടാ? പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ലൈഫ് കളറാക്കാൻ പറ്റും, ചേഞ്ച് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ജീവിതത്തില് നമ്മളിങ്ങനെ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് വിഷാദ രോഗത്തില് അടിമപ്പെടുന്നാണ് പറയുന്നത്. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ എത്തിപ്പെടാതിരിക്കാന് പെട്ടെന്ന് ഷിഫ്റ്റ് ആവാൻ, അതായത് നമ്മൾക്കറിയാം എല്ലാ കാര്യങ്ങളും എനർജിയാണ്. എനർജി മീൻസ് ഈ പേന എനർജിയാണ്, ആൻഡ് ഈ ഫോൺ എനർജിയാണ്, ലാപ്പ്, അങ്ങനെ എവറിത്തിങ് ഈസ് എനർജി. അപ്പോ നമുക്ക് നമ്മളിങ്ങനെ ഡൗൺ ആവാതിരിക്കാനും വിഷാദ രോഗത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നിലേക്കും പോവാതിരിക്കാൻ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും ആ ഒരു സമയത്തും എന്തിലേക്കാണോ നിങ്ങൾക്ക്, എന്തിനെ കുറിച്ചാണോ, എന്ത് അനുഗ്രഹമാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഓക്കെ, തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതിന് താങ്ക് യു പറയാം. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കളറാക്കി എടുക്കുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാം. ഓക്കെ, അതല്ലാതെ അതിന്റെ അഡ്വാൻസ് ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു സീക്രട്ട് എന്ന പുസ്തകത്തിലത്തെ ആ ഒരു സ്റ്റോറി പറഞ്ഞു. അതില് ആ ഒരു ലേഡി ചെയ്തിട്ടുള്ള കാര്യം ജസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യത്തിനല്ല അവർ എന്ത് ചെയ്തിട്ടുള്ളത്? നന്ദി എഴുതിയിട്ടുള്ളത്. അതായത് അവരെഴുതിയിട്ടുള്ളത് അവരുടെ ക്യാൻസർ മാറി എന്നാണ് എഴുതിയത്. അവരുടെ ക്യാൻസർ മാറിയതിന് ഓൾറെഡി അവർ നന്ദി എഴുതിയിട്ടാണ് ആ ഒരു ക്യാൻസർ മാറ്റിയെടുത്തത്. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടത് കുറച്ചൊരു വിശ്വാസമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇന്റൻഷനും അതേപോലെ നമ്മുടെ വിശ്വാസം അത്രയും പവറാണ്. അത് അതിന്റെ ബാക്കിൽ വേണം. ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആവും എന്നുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് വേണം. അവരെഴുതിയത് എൻ്റെ ക്യാൻസർ മാറിയതിന് അവർ വിശ്വസിക്കുന്ന ദൈവത്തിനും അതേപോലെ യൂണിവേഴ്സിനും അവർ നന്ദി എഴുതി. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ ലഭിക്കാൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പറ്റും. സോ ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൂടെ ഈ ഒരു ജേണല്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൂടെ? നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു മിറാക്കിൾസ്, ആ ഒരു ചേഞ്ചസ് ഒക്കെ റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. റെഡി അല്ലേ എല്ലാവരും? ആ ഒരു കാര്യം, ആ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്, നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ കിട്ടിയതായിട്ട് എഴുതി വെക്കാൻ പറ്റൂലേ? യെസ്, അങ്ങനെയും നമ്മൾക്ക് ആ ഒരു കാര്യം
ലഭിക്കും. അപ്പൊ അത് 21 ഡേ ആണ് എഴുതേണ്ടത് അങ്ങനെ? അല്ല, ആ ഒരു കാര്യം അങ്ങനെ ഡേയ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ കൗണ്ട് ചെയ്യണ്ട. ആ ഒരു കാര്യം കിട്ടിയതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ വിശ്വസിക്കുക. വിശ്വാസമാണ്, വിശ്വസിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് വരുമോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് വരും എന്നായിരിക്കും നമ്മൾ സംഭവിക്കരുത് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ സംഭവിക്കരുത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വരുള്ളൂ എന്ന് വിചാരിക്കൂലേ? അതേപോലെ അതിന് പകരം നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യം എന്റെ ലൈഫിലേക്ക് വരുമോ എന്ന് ഡൗട്ട് അടിക്കാതെ, ഓക്കെ, എനിക്ക് ഈ ഒരു കാര്യം വേണം, ഞാൻ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു കാര്യം എനിക്ക് നേടിത്തന്നതിന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് നന്ദി പറയാ. നന്ദി എന്നെഴുതുക, അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി, ആ ഒരു കാര്യം എനിക്ക് തന്നതിന് നന്ദി എന്നെഴുതുക. ഓക്കെ, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഒരു തവണ അല്ല നിങ്ങൾ എഴുതേണ്ടത്, കുറച്ച് തവണ, ഒരു 5 ടൈംസോ 11 ടൈംസോ 7 ടൈംസോ ഒക്കെ റിപ്പീറ്റ് ചെയ്യുക. ഡെയിലി റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോ ഒരു ലോങ് ടേം ഗോൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കിട്ടുന്നവരെ അത് എഴുതുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ആയിരിക്കണം. നിങ്ങൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുന്ന മനസ്സിലേക്ക് എന്ത് വരുള്ളൂ? ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വരുള്ളൂ. ഓക്കെ, അതായത് വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അതേപോലെ ബൈബിളിൽ പറയുന്നുണ്ട്, അതേപോലെ വേറെ ഏതോ ഒരു ഗ്രന്ഥത്തിൽ കൂടെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഖുർആനിൽ പറയുന്നുള്ളത്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണെങ്കിൽ, നന്ദി കാണിക്കുകയാണെങ്കിൽ, ഞാന് നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു തരും. അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇഫ് യു ആർ അൺഗ്രേറ്റ്ഫുൾ ഡെഫിനറ്റ്ലി ഐ വിൽ പണിഷ് യു. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഞാൻ പണിഷ് ചെയ്യും, ഉറപ്പായിട്ടും. ഡെഫിനറ്റ്ലി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസില് നമ്മുടെ ഈ ക്രിസ്ത്യന്റെ പള്ളികളിലുള്ള ഒരു ആചാരമാണ് യൂക്കറിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓർത്തഡോക്സ്, അതേപോലെ കത്തോലിക്ക, ലൂതറൻ പള്ളികളിലുള്ള ഒരു ആചാരമാണ് യൂക്കറിസ്റ്റ്. അതിന്റെ ഒരു മീനിങ് എന്ന് തന്നെ പറയുന്നത് നന്ദി പ്രകടനം എന്നാണ്. അവരുടെ പള്ളികളിൽ അവർ ആചരിക്കുന്ന ഒരു ആചാരം, അതിന്റെ നന്ദി പ്രകടനം എന്നാണ്. അതേപോലെ വേദത്തിലും പറയുന്നുണ്ട്. അപ്പോ ഇത്രയും വേദങ്ങളൊക്കെ നന്ദിനെ കുറിച്ചിട്ട്, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഇത്രത്തോളം ബെനിഫിറ്റ്സ് നമുക്കാണുള്ളത്. നമുക്ക് അതിന് യാതൊരു ചെലവും ഇല്ല, അല്ലേ? അതെ അതെ മാഡം. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു അതെ. മാഡം. യെസ്. അല്ല, നമ്മൾ ഇപ്പൊ 21 ദിവസം കൊണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മള് ഒരാഗ്രഹം സഫലീകരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത്, അതൊക്കെ നമ്മളൊരു മതനിയമത്തിന് എതിരല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളിലേക്ക് വരും എന്നുള്ളതിൽ നമുക്ക് നന്ദി എഴുതി തുടങ്ങാം. പക്ഷെ അതൊരു 21 ദിവസം നമ്മൾ എഴുതുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ നമ്മൾ എഴുതി കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഫാൻസി നമ്പർ കൈവശം വെക്കുന്നത് കൊണ്ടോ നമ്മളിലേക്ക് അനുഗ്രഹം വന്നു ചേരുന്നുള്ളൊരു വിശ്വാസം നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മളായി തീരും. ഇപ്പൊ നമുക്ക് വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു സ്പെസിഫിക് നമ്പർ എഴുതിയിട്ട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് എന്റെ ലൈഫിലേക്ക് കാര്യങ്ങൾ വരൂ എന്ന് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൗണ്ട് നിങ്ങൾ എഴുതുക. അത് വേറെ തന്നെ ഒരു പാർട്ടാണ്, വേറെ തന്നെ ഒരു, നിങ്ങളിപ്പോ പറഞ്ഞത്
11 ടൈംസ് അതേപോലെ 21 ഡേയ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പക്ഷെ 21 ഡേയ്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഈ ഒരു കാര്യം എന്നല്ല, നമ്മളുടെ ഈ ഒരു ഇതിൽ നമ്മൾ കോച്ചിങ്ങിൽ പറയാറ് 21 ഡേയ്സ് ചെയ്യുന്നത് നമ്മൾ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 1 ഡേ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അത് ചെയ്യൂല. ഓക്കെ, അപ്പോ നമ്മളൊരു 21 ഡേയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും. അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അതാണ് അതിന്റെ ബാക്കിലുള്ള ഒരു തിയറി. ഓക്കെ, അപ്പൊ മാക്സിമം അല്ല, മിനിമം നിങ്ങൾ ഒരു 21 ഡേയ്സ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്കും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതല്ലാതെ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ നമ്പേഴ്സ്, ആ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എഴുതാം. അതല്ലാതെ 11 ടൈംസ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിലേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് കിട്ടുള്ളൂ, അങ്ങനൊന്നും ഇല്ല. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ട് ഇപ്പൊ ഫിനാൻഷ്യലി എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം, ഫിനാൻഷ്യലി ഒന്ന് ഗ്രോ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് അല്ലെ? എല്ലാവരും വിചാരിക്കുന്നത് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് വരെ ഒന്ന് ഫിനാൻഷ്യലി നമ്മൾ ഉയരണം എന്നായിരിക്കും അതിന്റെ ബാക്കിലുള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. എന്റെ ഒരു ഗൈഡിന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു ഗൈഡിന്റെ ഒരു കോച്ചിങ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഗൈഡിന്റെ കയ്യിലില്ല. അന്ന് ഒരു 6-7 ഇയേഴ്സ് ബാക്ക് ഗൈഡ് പഠിക്കാണ്. അപ്പോ അതിന് പേയ്മെന്റ് വരുന്നത് ഒരു 3 lakh ആണ്. 3 lakh പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഗൈഡിന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഗൈഡ് അവിടെ ഇന്റർവ്യൂക്ക് പോകുന്നുണ്ട്. ഗൈഡ് സെലക്ടഡ് ആണ്. അപ്പൊ പേയ്മെന്റ് അടയ്ക്കാൻ കുറച്ച് ഇത് കൊടുത്തു, ടൈം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ആള് വിളിച്ചു കണക്ട് ചെയ്തു, നിങ്ങൾ എന്താണ് സെലക്ടഡ് ആണ്, പേയ്മെന്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് കോച്ചിങ്ങിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഗൈഡിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരുപാട് മനുഷ്യന്മാരെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യണം. അവര് സ്റ്റെക്കായി നിൽക്കുന്ന അവരുടെ ആ ഒരു സ്റ്റെക്നെസ്സും അവരെ റിമൂവ് ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ ഗൈഡിന് നന്നായിട്ടുണ്ടായിരുന്നു. പ്യുവർ ആയിട്ടുള്ള ഇന്റൻഷൻ ആണ്. അപ്പൊ ഗൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഗൈഡിന് ആദ്യം അറിയായിരുന്നു ഈ ഒരു ജേർണൽസിനെ കുറിച്ചിട്ട്. അങ്ങനെ ഗൈഡ് എഴുതുമായിരുന്നു. ഗൈഡ് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് യൂണിവേഴ്സ് എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിക്കും എന്നൊരു വിശ്വാസം, ഗൈഡിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഗൈഡ് എഴുതി ആ ഒരു 3 lakh ആണ് ഗൈഡിന് വേണ്ടത്. അങ്ങനെ അവിടുന്ന് പേയ്മെന്റ് അടക്കാനുള്ള ആ ഒരു ടൈമിൽ കണക്ട് ചെയ്തപ്പോൾ ഗൈഡ് പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോ പേയ്മെന്റ് ഇല്ല, എന്നാലും ഞാൻ പേയ്മെന്റ് ചെയ്യും, റെഡി ആവുന്നുള്ളൂ, ഞാൻ പേയ്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞു. ആ ഒരു ടൈമില് ഒരാൾ അവരുടെ ഗൈഡിന്റെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പോ എന്ത് ചെയ്തോ, ജോയിൻ ചെയ്യാം, ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാം. ബിക്കോസ് നീ ഈ ഒരു ഫീൽഡിലേക്ക് വരണം. ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. നിന്റെ ലൈഫിലൂടെയും നിന്റെ വേർഡ്സിലൂടെയും ഒരുപാട് ആളുകൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്, ഷുവർ ആണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിനക്ക് ചേരാനുള്ള ആ ഒരു എമൗണ്ട് ഞാൻ തരാം എന്നൊരാൾ പറഞ്ഞു. എന്നിട്ട് അവര് അങ്ങനെ ജോയിൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നിന്റെ ആ ഒരു കോച്ചിങ്ങിലൂടെ റിട്ടേൺ ഫണ്ട് എന്നിട്ട് തന്നാ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ആ ഒരു വഴിയിലൂടെ ആയിരിക്കും നമുക്ക് ബ്ലെസ്സിങ്സ് വരിക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത്രയും പവർഫുൾ ആണ്. നമ്മൾ എഴുതുമ്പോ നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുക, അതേപോലെ എഴുതുമ്പോ നമ്മൾ മനസ്സിലാക്കുക നമുക്കത് കിട്ടും എന്നുള്ളത്, അങ്ങനെ ഒരു വിശ്വാസവും വെക്കുക. ഓക്കെ, ഓക്കെ. അതേപോലെ നമുക്ക് ഡെയിലി നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു ഷോർട്ട് ടേമിലേക്ക് മാത്രമുള്ള റിസൾട്ട് ആയിരിക്കൂല നമുക്ക് കിട്ടുക, അതൊരു ലോങ് ടേം ആയിരിക്കും. അതായത് നമ്മളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. ഓക്കെ, നമ്മുടെ ബിഹേവിയറിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് മാറ്റം വരും. നമ്മളുടെ റിലേഷൻഷിപ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. ഇപ്പോ നിങ്ങളുമായിട്ട് ചുറ്റിലുള്ള ആരാണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും
മക്കളാണെങ്കിലും പാരൻസ്, അതേപോലെ ആരായിട്ടുള്ള ഒരു ബോണ്ട് ആണെങ്കിലും നിങ്ങൾ ആരടുത്താണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത് അതേപോലെ ഇരിക്കും, അതേപോലെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ ലൈഫും എല്ലാം. എവറിത്തിങ് ഈസ് എന്താ പറയാ, ചില കാര്യങ്ങള് പഞ്ചസാരയുടെ മധുരം എന്താണ് നമ്മൾ വായിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അതിന്റെ മധുരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പഞ്ചസാര കഴിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കഴിക്കരുത്, ഷുഗർ അവോയ്ഡ് ചെയ്യണം, ഷുഗർ കട്ട് ചെയ്യണം, അതൊക്കെ ഉണ്ട്. ഓക്കെ, പഞ്ചസാര കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ബെനിഫിറ്റ് അല്ല, പക്ഷെ ആ പഞ്ചസാരന്റെ മധുരം നമുക്ക് കഴിക്കുന്നതാണല്ലോ, അപ്പൊ കഴിക്കരുതെന്ന് പറയുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പഞ്ചസാരന്റെ മധുരം നമ്മളിങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മധുരം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണെങ്കിലും എത്രത്തോളം മധുരം ഉണ്ട് എന്ന് നമുക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത്ര ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത്ര മധുരം ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കണം അല്ലെ? അതേപോലെയാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഇത്ര കാര്യങ്ങൾ വരും, ഇത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്റെ ഗൈഡിന്റെ കഥ പറഞ്ഞു. അതേപോലെ റോണ്ട ബേൺ എഴുതിയിട്ടുള്ള സീക്രട്ട് എന്ന പുസ്തകത്തിലെ ആ ഒരു ലേഡി ക്യാൻസർ മാറിയിട്ടുള്ള അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതിയിട്ട് മാറിയിട്ടുള്ള ആ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സംഭവം നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ല നിങ്ങൾക്ക് കിട്ടുക, ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്. ഇത് എഴുതിയിട്ട് നമ്മൾ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുമ്പോ നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഡിവൈൻ ആയിട്ട് കണക്ട് ആവാൻ പറ്റും, നിങ്ങളുടെ സോൾ ആയിട്ട് കണക്ട് ആവാൻ പറ്റും. അങ്ങനെ എല്ലാ രീതിയിലേക്കും കണക്ട് ആയി മാറാൻ പറ്റും. അതിന് Okay. ഉത്തമ ഉദാഹരണമാണ് ഞാന്. ആ യെസ്, ഞാനത് നോക്കി ജമീല മാം ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് 21 എഴുതി ദിവസമായിട്ട് പൂർണ്ണമായിട്ട് മാറിയതാണ്. അതെ, ജമീല മാം ഞങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, EFT ലൈഫ് മാസ്റ്ററി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ മാമിനെ കണ്ടിട്ടുണ്ട്. മാമിന്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, മാം എഴുതിയത്. മാമിന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ മാം? അതെ, അപ്പൊ ഉദാഹരണം ആ ഒരു ഇപ്പഴും ചെയ്തുകൊണ്ടിരിക്കണം. അത് അവസാനം വരെ ചെയ്യണമെന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എഴുതിക്കൊണ്ടേ ഇരിക്കണ്ട്. 9 ഇതായി, ഇപ്പൊ 9 പുസ്തകമായി, 9 എണ്ണമായി. അമേസിങ്. ഇത് കേൾക്കുമ്പോ നമുക്കും ചെയ്യണം എന്നൊക്കെ തോന്നും അല്ലെ? ചെയ്യണം എന്നുള്ള കാര്യം ജസ്റ്റ് ഡു ഇറ്റ്. ഒരു ദിവസം ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാനേ നമുക്ക് പ്രയാസം ഉണ്ടാവുള്ളൂ, പിന്നെ അത് റെഡി ഇന്നലെ ആയിക്കോളും. ഞാൻ 4 നോട്ട് പുസ്തകം വാങ്ങിയിട്ടാ വന്നത്. 4 നോട്ട് പുസ്തകവും 10 പെന്നും വാങ്ങി. ഞാൻ ഇതുവരെ പെന്നും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാ. അപ്പൊ അത് കാണുമ്പോ അതിപ്പോ കുട്ടികളെ പോലെ അത് വാങ്ങണമെന്ന് തോന്നലാണ്. ജമീല, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? ആരോഗ്യത്തിലെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? അതുകൂടി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എല്ലാ അസുഖം മാറിയതാണല്ലോ. ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാതെ ഞാൻ അക്യുപഞ്ചർ ചെയ്തിരുന്നത്. എന്നാലും ഇപ്പൊ അക്യുപഞ്ചറിലൂടെ ഇത് എനിക്ക് ചെയ്തപ്പോ പൂർണ്ണമായിട്ട് മാറി. അതിന്റെ ആ സ്ഥലങ്ങൾ നമ്മൾ എത്തിപ്പെടും. എന്താണ് എന്റെ ചെവിന്റെ അസുഖങ്ങളൊക്കെ മാറി. എനിക്ക് ചെവിക്ക് 4-5 വർഷമായിട്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അവിടെ വരുന്നൊക്കെ തീരെ സുഖമില്ലാതെ വന്നിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് മാറി. ഓക്കെ മാം, മാം, ഈ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവസം എത്ര എണ്ണം എഴുതണം, അങ്ങനെ കണക്കുണ്ടോ? നമുക്ക് എത്ര വേണേലും എഴുതിക്കൂടെ? അഡ്വാൻസ് 11 എഴുതാ, എത്ര എഴുതാ? എഴുതാം. എഴുതുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഗ്രാറ്റിറ്റ്യൂഡും അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡും ഇത്ര എണ്ണം കണക്കില്ല, എത്ര വേണമെങ്കിലും അതായത് നമ്മൾ ഈ 11 അതേപോലെ 7 ടൈംസ് അതേപോലെ 33 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം എത്രയാണോ എഴുതാൻ പറ്റുന്നത് അത്ര നിങ്ങൾ എഴുതുക. ഓക്കെ, ഒരു തവണ അല്ലാതെ ഒരു തവണയിൽ ഒരു തവണ എഴുതേണ്ടത്?
ഒരു തവണ അല്ലാതെ കൂടുതൽ തവണ എഴുതുക. അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ് അല്ലെങ്കിൽ ഒരു അതെ 5 അതാണ്. ടൈംസ്. ഓക്കെ, അത് ഓക്കെ നമ്മൾ ഓക്കെ Daily റിപ്പീറ്റ് 21 times. Ma'am, യെസ്, daily 21 times. ഡെയിലി 21 ടൈംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക. ഒരു എഴുതാൻ കാര്യം പറ്റുമെങ്കിൽ പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 3 ടൈംസ് 5 ടൈംസ് ഓർ 7 ടൈംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പർ ആണെങ്കിലും കുറച്ച് എത്രയാണോ പറ്റുന്നത് അത്ര എഴുതുക. അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ പറയുന്നതിന്റെ ബാക്കിലുള്ളത് നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മളെ മൈൻഡിലേക്ക് ഓക്കെ ആദ്യമൊക്കെ എനിക്ക് എഴുതാനെടുത്താൽ ഒരു 3 എണ്ണം തന്നെ എഴുതാൻ കിട്ടുന്നത്. ഇപ്പൊ പെന്നും ബുക്കും തുറന്നു കഴിഞ്ഞാൽ എത്ര എഴുതണ്ടേന്ന് അറിയില്ല. ഞാൻ പിന്നെ നിർത്തലാണ്. എത്ര ആറ്റിട്ട് എഴുതണം എന്ന് അറിയില്ല. എഴുതിക്കൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ പേന ചലിക്കുമ്പോൾ അത് നമുക്ക് അഡിക്റ്റായി മാറുകയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി വരൂലേ എഴുതാന്? അതെ അതെ. ഞാനും എഴുതിയും കൊണ്ടേ ഇരിക്കുകയാണ്. കുറെ ആയി, 4 മാസമായി. ഒരു 8-10 നോട്ടൊക്കെ എൻ്റെ അതും കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ എപ്പോഴും എഴുതിയും കൊണ്ടിരിക്കതാ. ക്ലാസ് കേൾക്കുമ്പോഴും ഞാൻ കേൾക്കും, ഇങ്ങനെ എഴുതും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ. എനിക്കൊരു സമാധാനം ജോയിൻ ചെയ്താൽ എത്ര പരിശീലനം ഉണ്ടാവും? EFTയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാഫി സാറിന്റെ ക്ലാസ് ഉണ്ടാവും ലൈവായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ 30 ഡേയ്സ് മെന്ററിങ് സർവീസ് ഉണ്ടാവും. ഓക്കെ മാം, ഞാൻ ആദ്യം കുറെ എഴുതിയിരുന്നു, പിന്നെ നന്നോയതാ, പിന്നെ ജസ്റ്റ് അത് EFTനെ കുറിച്ചിട്ട് കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമിനെ കണക്ട് ചെയ്യണം കേട്ടോ. കണക്ട് ചെയ്യുക. ഓക്കെ, സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കണക്ട് ചെയ്താൽ പറഞ്ഞു തരും. ഇതിൽ കേറിക്കോളി, വെറുതെ ആവൂല. ഓക്കെ ഓക്കെ മാഡം. ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആ ഒരു സുഖമുള്ള ആ ഒരു ടൈമാണല്ലോ ഇത്. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങളെ മാറ്റാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു മാം. മാഡത്തിന്റെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. താങ്ക് യു. ഉയർച്ചയിലെത്തട്ടെ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് നന്നാക്കാനും എല്ലാവർക്കും ഇത് ഉപകരിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. പ്രാർത്ഥനയോടെ. താങ്ക് യു മാം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. Thank you, ma'am.